നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. മേലിൽ നിന്ന് വന്നവൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകും, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷിക്കുന്നു. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്ന് സ്നാനപ്പെട്ടയാളാണ്. എന്നാൽ അതിനുശേഷം യേശുവും ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ പരാതിയുമായി യോഹന്നാനെ സമീപിച്ചു. നിന്റെ അടുക്ക വന്ന് സ്നാനപ്പെട്ടയാള് ഇപ്പോൾ ഇങ്ങനെ ആളുകളെ കൂട്ടി സ്നാനപ്പെടുത്തുന്നു, ധാരാളം ആളുകൾ അവൻ്റെ അടുക്കൽ ചെല്ലുന്നു, അത് ശരിയാണോ? അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ മശീഹയായ ആ ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന ആളാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളിത് കേട്ടല്ലോ. അവൻ മണവാട്ടിയുള്ളവനാണ്, മണവാളനാണ്. അതുകൊണ്ടാണ് മണവാളൻ്റെ പിന്നാലെ മണവാട്ടി പോകുന്നത് പോലെ ആളുകൾ യേശുവിൻ്റെ പിന്നാലെ പോകുന്നതും മാർച്ച് ചെയ്യുന്നതും. എന്നാൽ ഞാൻ മണവാളൻ്റെ സ്നേഹിതനാണ്. ഞാൻ മണവാളനെയും മണവാട്ടിയൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ്. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞിട്ട് യോഹന്നാൻ പറയുകയാണ്, മേലിൽ നിന്നുള്ളവൻ എല്ലാവരെക്കാളും വലിയവനാണ്. അവൻ ദൈവത്തിൽ നിന്ന് കണ്ടതും കേട്ടതും പറയുന്നു. ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികമായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് വന്നവനായ യേശുവിനെയാണ് എല്ലാവരും കേൾക്കേണ്ടത്. പക്ഷെ അതിന് ആളുകൾക്ക് മനസ്സില്ല എന്ന് യോഹന്നാൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു മേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചില ആളുകൾ വിചാരിക്കുന്നത് യേശുവിൻ്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നു. എന്നാൽ യേശുവിൻ്റെ ശരീരം അത് തൻ്റെ അമ്മയിൽ നിന്ന് സ്വീകരിക്കുകയാണ് ഉണ്ടായത്. കന്യകമറിയാമിൽ നിന്ന് യേശു ശരീരം സ്വീകരിച്ചു എന്ന് ഒരു വിശ്വാസ പ്രമാണ ശ്ലോകമൊക്കെ ഉണ്ട്. എന്നാൽ യേശു കന്യകമറിയാമിൽ നിന്ന് ശരീരമോ രക്തമോ സ്വീകരിച്ചിട്ടില്ല. കന്യകമറിയാം യേശുവിനെ ചുമന്നു എന്നുള്ളത് ശരിയാണ്. യേശുവിന് വേണ്ട പരിചരണങ്ങൾ ചെയ്തു എന്നുള്ളത് ശരിയാണ്. യേശുവിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളത് ശരിയാണ്. കന്യകമറിയാമിൽ നിന്നുള്ള രക്തമോ മാംസമോ അല്ല യേശുവിൽ ഉണ്ടായിരുന്നത്. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ആ രക്തം പുണ്യാഹ രക്തം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്തിൽ പുണ്യാഹ രക്തമുള്ളത് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, കുറ്റമില്ലാത്ത രക്തം എന്ന് യൂദ പോലും പറഞ്ഞു. നീതിമാന്റെ രക്തം എന്ന് പിലാത്തോസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പാപമില്ലാത്ത രക്തം ചിന്തതിനാലാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്. അത് വിലയേറിയ രക്തമായത് അതുകൊണ്ടാണ്. നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി പുനരായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും ദുഷ്കൃതങ്ങളുമായ കുഞ്ഞാടിൻ്റെ വലിയ രക്തം കൊണ്ടത്രേ എന്നാണ് നമ്മൾ വായിക്കുന്നത്. യേശുവിൻ്റെ രക്തം വിലയേറിയതായത് അതിൽ പാപമില്ലായിരുന്നു അതുകൊണ്ടാണ്. അത് ഭൂമിയിലുള്ള ആദാമിൻ്റെ പരമ്പരയിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയിൽ നിന്നോ ആയിരുന്നെങ്കിൽ പാപമില്ലാത്ത രക്തം എങ്ങനെ ഉണ്ടാകും? ഉണ്ടാകത്തില്ല. അതുപോലെ യേശുവിൻ്റെ ശരീരം അത് ആദാമിൽ നിന്ന് ഉള്ള ശരീരമല്ല, അല്ലെങ്കിൽ മറിയാമിൽ നിന്നല്ല. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ഒന്നാം മനുഷ്യൻ മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യനായ യേശു സ്വർഗീയൻ, സ്വർഗത്തിൽ നിന്നുള്ളവൻ. അപ്പം യേശു വേദപുസ്തകത്തിലെ മറ്റ് പല ഭാഗത്തും, പ്രത്യേകിച്ച് യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യേശു ഈ കാര്യം കുറച്ചും കൂടെ തെളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാൻ 8:23.
അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്ന് ഉള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് ഉള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവൻ അല്ല. ഇത് കേവലം ആത്മാവിൻ്റെ കാര്യം മാത്രമല്ല, ശരീരത്തിൻ്റെ കാര്യം കൂടെയാണ്. കാരണം എബ്രായ ലേഖനത്തിൽ യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വായിക്കുന്നത്, യേശുവിൻ്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരമെന്നാണ്. ക്രിസ്തു ഒരുപാട് നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ കൂടാരം. നമ്മുടെയൊക്കെ മൺകൂടാരമാണ്. നമ്മുടെ ശരീരം മൺകൂടാരമാണ്, മണ്ണുകൊണ്ടുള്ളതാണ്. നമ്മൾ വസിക്കുന്നത് മൺകൂടാരത്തിലാണ്. അതായത് നമ്മുടെ ശരീരം മണ്ണുകൊണ്ടുള്ളതാണ്. ആദാമിനെ മണ്ണുകൊണ്ടാണല്ലോ ദൈവം സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മുടെ ശരീരവും മണ്ണോടും മണ്ണാണ്, അത് മണ്ണോടും മണ്ണായിത്തീരുന്നതാണ്. എന്നാൽ യേശുവിൻ്റെ ശരീരം അത് സ്വർഗീയമാണ്. അതുകൊണ്ടാണ് അത് മണ്ണോട് മണ്ണായി തീരാഞ്ഞത്. 16 സങ്കീർത്തനത്തിലുണ്ട്, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ആ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണത്തിന് അവരെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. അത് യേശുവിൻ്റെ ശരീരത്തെ കല്ലറയ്ക്ക് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് ഈ ഭൂമിക്ക് വളമായി തീർന്നില്ല. യേശു താൻ പറഞ്ഞിരുന്നു, 3 ദിവസം ഞാൻ കല്ലറയിൽ കഴിയും, യോനയുടെ അടയാളം പോലെയാണ് ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത ശരീരത്തിൽ ആണ് യേശു വസിച്ചത്. ആ ശരീരമാണ് തല്ലിക്കീറപ്പെട്ടത്, ശിക്ഷയേറ്റത്. യേശുവിൻ്റെ രക്തം ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ചിന്താനിടയായി, പുണ്യാഹ രക്തം, ഒരു പാപവുമില്ലാത്ത രക്തം. അതാണ് പിതാവായ ദൈവം നമുക്ക് തന്നത്. ആ മേലിൽ നിന്ന് വന്ന യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമുക്കും സ്വർഗീയരാകാനായിട്ട് സാധിക്കും, ആത്മീയരാകാൻ സാധിക്കും, സ്വർഗത്തിൻ്റെ ഉടമകളാകാനായിട്ട് സാധിക്കും. ആ ക്രിസ്തുവിനോട് വിശ്വാസത്താൽ ബന്ധപ്പെടണം. പത്രോസ് ലേഖനത്തിൽ വായിക്കുന്നത്, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്ക വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകളായി തീരുന്നുവെന്നാണ്. അപ്പോൾ യേശുവിനോട് ബന്ധപ്പെടുന്ന ആളുകളാണ് ജീവനുള്ള കല്ലുകളായിട്ട്, അല്ലെങ്കിൽ ജീവനുള്ളവരായിട്ട്, നിത്യജീവനുള്ളവരായി തീരുന്നത്. അതാണ് വേദോത്സവം പഠിപ്പിക്കുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവരെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു എങ്ങനെയുള്ളവനെന്നൊക്കെ ഏതെങ്കിലും നിലയിൽ വിശ്വസിച്ചാൽ പോരാ. യേശു എന്തായിരിക്കുന്നുവോ അത് വിശ്വസിക്കുവാൻ പവിത്രനായ, പാപമില്ലാത്ത, യാതൊരു ചിന്തയിലും നോട്ടത്തിലും കേൾവിയിലും പാപമില്ലാത്ത യേശുവാണ് എൻ്റെ പാപം ചുമന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പരിശുദ്ധനായ യേശുവിനോട് നന്ദി പറഞ്ഞ്, ഈ പരിശുദ്ധ പുത്രനെ നമുക്ക് തന്ന പിതാവിനോട് നന്ദി പറഞ്ഞ് യേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളാകാൻ ദൈവം ഏവർക്കും ഭാഗ്യം നൽകട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.